പ്രിയപ്പെട്ട കുട്ടികളെ, എച്ച് എസ് മാത്സ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ അടുത്ത വീഡിയോയിലേക്ക് പോവുകയാണ്. 10ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് മൂന്നാമത്തെ അധ്യായം, മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന അധ്യായത്തിലെ ചാപ്റ്ററിലെ ഒരു കോൺസെപ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ജിത്തു ഹാസ് എ പെയർ ഓഫ് ബ്ലൂ പാൻസ് ആൻഡ് 3 ഷർട്ട്സ് ഓഫ് കളേഴ്സ് ഗ്രീൻ, ബ്ലൂ ആൻഡ് റെഡ്. ജിത്തുവിന് ഒരു ബ്ലൂ പാൻറ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയുണ്ട്? ഒരു പാൻറ്, പെയർ ഓഫ് പാൻസ് ബ്ലൂ, ഒരു പാൻറ് ബ്ലൂ, പിന്നെയോ 3 ഷർട്ട്സ്. ഒന്ന് ബ്ലൂ കളറാണ്, കളേഴ്സ് ഗ്രീൻ, ബ്ലൂ ആൻഡ് റെഡ്. ഗ്രീൻ ആൻഡ് റെഡ്. 3 ഷർട്ട്സ് ഓഫ് കളേഴ്സ് ബ്ലൂ, ഗ്രീൻ ആൻഡ് റെഡ്. ഇൻ ഹൗ മെനി വേസ് ഹി ക്യാൻ വിയർ ദിസ്? ഇത് ഏതെല്ലാം രീതിയിൽ അവന് ധരിക്കാൻ പറ്റും? വസ്ത്രം അവൻ അണിയണമെങ്കിൽ ഏതെല്ലാം രീതിയിൽ അറിയാം. പാൻറ് ഒരെണ്ണമുള്ളൂ, പാൻറ് ഇടണം എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ പാൻറ് ഉപയോഗിക്കണം. പാൻറ്റിൻ്റെ കൂടെ ആൾക്ക് എന്ത് ഉപയോഗിക്കാം? ബ്ലൂ ഷർട്ട് ഇടാം. അപ്പോൾ ബ്ലൂ പാൻറ്റും ബ്ലൂ ഷർട്ടും, ബ്ലൂ പാൻറ് ബ്ലൂ ഷർട്ട്. അപ്പോൾ അങ്ങനെ ഒരു പെയർ എടുക്കാം. അല്ലെങ്കിലോ ബ്ലൂ പാൻറ് ഓർഡറുള്ള അവിടെ പിന്നെ വേറെ ചോയ്സ് ഇല്ല. ബ്ലൂ പാൻറ്റിൻ്റെ കൂടെ ഗ്രീൻ ഷർട്ട് ഇടാം, ബ്ലൂ പാൻറ്റിൻ്റെ കൂടെ റെഡ് ഷർട്ട് ഇടാം. ഇങ്ങനെ 3 രീതിയിൽ അവന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ബ്ലൂ പാൻറ്റും ബ്ലൂ ഷർട്ടും ഉപയോഗിക്കാം, ബ്ലൂ പാൻറ്റും ഗ്രീൻ ഷർട്ടും ഉപയോഗിക്കാം, ബ്ലൂ പാൻറ്റും റെഡ് ഷർട്ടും ഉപയോഗിക്കാം. അപ്പോൾ ആൾക്ക് ഒരു പാൻറ്റേ ഉള്ളൂ. അപ്പോൾ ആ പാൻറ്റും സ്ഥിരമായിട്ട് ഉപയോഗിക്കേണ്ടി വരും. ഷർട്ട് 3 ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അപ്പോൾ ബ്ലൂ ഗ്രീൻ, ബ്ലൂ റെഡ്, ഇങ്ങനെ 3 ചോയ്സ് ആണ് അവിടെ ഉള്ളത്. 3 ചോയ്സ്. അപ്പോൾ ജിത്തുവിന് 3 വഴിക്ക് ഇത് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ ഒരു പാൻറ്റോടെ കണ്ടെത്തി വിചാരിക്കുക. ഇപ്പോൾ ജിത്തു ഹാസ് എ പെയർ ഓഫ് ബ്ലൂ പാൻസ് ആൻഡ് എ പെയർ ഓഫ് ഗ്രീൻ പാൻസ് ആൻഡ് ഒരു ഗ്രീനും കൂടി ഉണ്ടെന്ന് വിചാരിക്കുക. ആൻഡ് എ പെയർ ഓഫ് ഗ്രീൻ പാൻസ്. അങ്ങനെയാണെങ്കിലോ അപ്പോൾ ഇവിടെ ജിത്തുവിന് 2 പാൻസ് ഉണ്ട്. ഒരു ബ്ലൂ പാൻസും, എ പെയർ ഓഫ് ബ്ലൂ പാൻസ് ആൻഡ് എ പെയർ ഓഫ് ഗ്രീൻ പാൻസ് ആൻഡ് ഷർട്ട്സ് ബ്ലൂ, ഗ്രീൻ ആൻഡ് റെഡ്. അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇൻ ഹൗ മെനി വേസ് ഹി ക്യാൻ വിയർ ദീസ് ഷർട്ട് ആൻഡ് പാൻറ്? എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും? ഏതെല്ലാം രീതിയിൽ ചെയ്യാം? ഇവിടെ ബ്ലൂ ഷർട്ട്, ബ്ലൂ പാൻറ് ഇടാക്കാം. ബ്ലൂ പാൻറ്റിൻ്റെ കൂടെ ബ്ലൂ ഷർട്ട് ഇടാം, അല്ലേ? ബ്ലൂവിൻ്റെ കൂടെ ബ്ലൂ തന്നെ ഇടാം. ബ്ലൂവിൻ്റെ കൂടെ ഗ്രീൻ ഇടാം. ബ്ലൂ ഷർട്ട് ആൻഡ് ബ്ലൂ പാൻറ് ആൻഡ് ഗ്രീൻ ഷർട്ട്. അല്ലെങ്കിലോ ബ്ലൂ പാൻറ് ആൻഡ് റെഡ് ഷർട്ട്. ഇങ്ങനെ ഒരു വഴിയുണ്ട്. അല്ലെങ്കിലോ ഗ്രീൻ പാൻറ് ഇടാം. ഗ്രീൻ പാൻറ് ആണെങ്കിലും ഇതുപോലെ ബ്ലൂ ഷർട്ട് ഇടാം. ഗ്രീൻ പാൻറ്റും ഗ്രീൻ ഷർട്ടും ആവാം. ഗ്രീൻ പാൻറ്റും ഗ്രീൻ പാൻറ്റും റെഡ് ഷർട്ടും ആവാം. അപ്പോൾ ഇൻ ഹൗ മെനി വേസ് ഹി ക്യാൻ ഡു ദിസ്? ഇൻ 6 വേസ്. 6 രീതിയിൽ, 6 ഓപ്ഷനാണ് അദ്ദേഹത്തിനുള്ളത്. ജിത്തുവിന് 2 പാൻസും 3 ഷർട്ടും ഉണ്ടായപ്പോൾ 6 വേസിൽ ഹി ക്യാൻ സെലക്ട് ദി ഡ്രസ്സസ്. അതായത് ബ്ലൂ പാൻസും ബ്ലൂ ഷർട്ടുമായിട്ട് ധരിക്കാം, ബ്ലൂ പാൻസും ഗ്രീൻ ഷർട്ടും ആകാം, ബ്ലൂ പാൻസും റെഡ് ഷർട്ടും ആകാം, അല്ലെങ്കിൽ ഗ്രീൻ പാൻസും ബ്ലൂ ഷർട്ടും ആകാം, ഗ്രീൻ പാൻസും ഗ്രീൻ ഷർട്ടും ആകാം, ഗ്രീൻ പാൻസും റെഡ് ഷർട്ടും ആകാം. ഇങ്ങനെ 6 വേസിൽ, അതായത് 2 പാൻറ്റും 3 ഷർട്ടും ആയപ്പോൾ 2 × 3 6 വേസിൽ സെലക്ട് ചെയ്യാം. ഹി ക്യാൻ സെലക്ട് ഇൻ 6 വേസ്. അപ്പോൾ ഇങ്ങനെ 6 രീതിയിൽ സെലക്ട് ചെയ്യും. അപ്പോൾ ഇതിൽ വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ദാറ്റ് ഹി ക്യാൻ സെലക്ട് ദി സെയിം കളർ എന്ന് പറഞ്ഞാൽ ബോത്ത് പാൻറ്റും ഷർട്ടും ഒരേ കളർ വരുന്ന അതിനുള്ള പ്രോബബിലിറ്റി എന്ത്? അപ്പോൾ സെയിം കളർ വരുന്ന ഏതൊക്കെയാ? ബ്ലൂ കണ്ടാ, ഗ്രീൻ. ഇത് മാത്രമല്ല സെയിം കളറുള്ളൂ, ബാക്കിയെല്ലാം ഡിഫറെൻറ്റ് കളേഴ്സാണ്. അപ്പോൾ പ്രോബബിലിറ്റി ദാറ്റ് ഹി ക്യാൻ വിയർ ഇൻ സെയിം കളർ ഈസ്, സെയിം കളർ 2 ഉണ്ട്, മൊത്തം 6 വേസിലാണ്. അപ്പോൾ ടോട്ടൽ 6 വേസ്. ഔട്ട് ഓഫ് ദാറ്റ് 2 ആർ ഓഫ് സെയിം കളർ. അപ്പോൾ 2/6 ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ്, അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് വിയറിംഗ് സെയിം കളർ ഡ്രസ്സസ്. ഷർട്ടും ഒരേ പാൻറ്റും ഒരേ കളർ വരുന്ന രീതിയിൽ
ധരിക്കാൻ 2 വഴികളുണ്ട്. ആകെ 6 വഴികളുണ്ട്. അതിൽ 6-ൽ 2 പാർട്ട്. സോ 2/6, that is 1/3 is the probability of getting or wearing both are of same color. അങ്ങനെയാണെങ്കിൽ സെയിം കളർ അല്ലാതെ ഒരാളുടെ പ്രോബിലിറ്റിയോ? വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ദാറ്റ് ഹി വെയർ ഡിഫറെൻറ്റ് കളേഴ്സ്, ബോത്ത് ഷർട്ട് ആൻഡ് പാൻറ് ആർ ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ്? അപ്പോഴോ സെയിം കളർ വരാനുള്ള പ്രോബിലിറ്റിയാണ് ഇത് എഴുതിയത്. ഡിഫറെൻറ്റ് കളർ വരാനുള്ള പ്രോബിലിറ്റി, ഡിഫറെൻറ്റ് കളേഴ്സ്, ഹി സെലക്ട് ഡിഫറെൻറ്റ് കളേഴ്സ്. ഹൗ മെനി pairs? 1, 2, 3, 4. 4 pairs have different colors. Total 6 color pairs. So 4/6 is the probability. 4/6 എന്ന് പറഞ്ഞാൽ 2/3. അപ്പോൾ A എന്ന് പറയുന്ന ഒരു സ്ഥലം, B എന്ന് പറയുന്ന ഒരു സ്ഥലം, C എന്ന് പറയുന്ന ഒരു സ്ഥലം, 3 places ആണ്. There are 3 places, A, B and C. There are 2 ways from A to B. എയിൽ നിന്ന് ബിയിലേക്ക് 2 വഴികളുണ്ട്. 2 ways. എയിൽ നിന്ന് ബിയിലേക്ക് 2 roads are connected from A to B. And 3 roads are connected from B to C. ബിയിൽ നിന്ന് സിയിലേക്ക് 3 വഴികളും എയിൽ നിന്ന് ബിയിലേക്ക് 2 വഴികളുണ്ട്. Then in how many ways we can go to A to C? എയിൽ നിന്ന് സിയിലേക്ക് എത്ര വഴികളുണ്ട്? അപ്പോൾ ഇവിടെ 2 വഴികൾ, ഇവിടെ 3 വഴികൾ. അപ്പോൾ എനിക്ക് എങ്ങനെയൊക്കെ പോകാം? ഈ എയിൽ നിന്ന് ബിയിലേക്ക് ഇങ്ങനെ വരാം, എന്നിട്ട് ബിയിൽ നിന്ന് സിയിലേക്ക് ഇങ്ങനെ പോകാം. അല്ലെങ്കിലോ എയിൽ നിന്ന് ബിയിലേക്ക് ഇങ്ങനെ വന്ന് ബിയിൽ നിന്ന് സിയിലേക്ക് ഇങ്ങനെ പോകാം. എയിൽ നിന്ന് ബിയിലേക്ക് ഇങ്ങനെ തന്നെ വന്ന് ബിയിൽ നിന്ന് സിയിലേക്ക് ഇങ്ങനെ പോകാം. അപ്പോൾ 3 വഴിയായില്ലേ? അതുപോലെ എയിൽ നിന്ന് ബിയിലേക്ക് ഇങ്ങനെ വരാം, എന്നിട്ട് ഇങ്ങനെ പോകാം. ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകാം. ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകാം. അപ്പോൾ 2 × 3 6 ways. അതായത് ഒരു എയിൽ നിന്ന് ബിയിലേക്ക് 2 വഴിയിലും ബിയിൽ നിന്ന് സിയിലേക്ക് 3 വഴികളും 2 × 3 6 വഴികളുണ്ട് എയിൽ നിന്ന് സിയിലേക്ക്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ 2 things. One thing can do in A ways and another thing can do in B ways. Then both together can be done in A × B ways. അതാണ് ഒരു കാര്യം എ വഴിക്കും മറ്റേ കാര്യം ബി വഴിക്കും ചെയ്യാമെങ്കിൽ എയും ബിയും ഒരുമിച്ച് ചെയ്യുമ്പോൾ A × B വഴികളുണ്ടാവും. അതാണ് പ്രിൻസിപ്പൾ. അപ്പോൾ ഇത് വെച്ച് നമുക്ക് പെയർ ആയിട്ട് സെലക്ട് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് ഇവിടെ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ. എഴുതിക്കോളൂ. 2 ബോക്സ് ആണ്. There are 2 boxes. First box, second box. In first box there are 2 numbers 1 and 2. Slips containing numbers 1 and 2. 2 slips, 1 ഉം 2. ഒരു സ്ലിപ്പിൽ 1 ഉം ഒരു സ്ലിപ്പിൽ 2 ഉം. And B contains 2, 3 and 4. 3 numbers. അപ്പോൾ there are 2 slips which contains 1 and 2 in first box. There are 3 slips which contains 2, 3 and 4 in second box. Without looking into it, one slip is taken from each of these box. Without looking into this box, one number is taken from each box. ഓരോന്ന് എടുക്കുകയാണ്. Then, in how many ways I can select the numbers? ഇവിടെ നിന്ന് അതായത് what are the possible ways? What are the possible ways? 2 numbers, എയിൽ 1, 2, ബിയിൽ 2, 3, 4. അപ്പോൾ ഒരെണ്ണം ഇതിൽ നിന്ന് എടുക്കണം, ഒരെണ്ണം ഇതിൽ നിന്ന്. ആദ്യം ഫസ്റ്റിൽ നിന്ന് എടുക്കുന്നു, പിന്നെ സെക്കൻഡിൽ നിന്ന് എടുക്കുന്നു. അങ്ങനെ എടുക്കുമ്പോൾ ഏതെല്ലാം വഴികൾക്ക് എനിക്ക് എടുക്കാം? എത്ര വഴികളുണ്ട്? ഒന്നാമത്തെ വഴി ഇതിൽ നിന്ന് 1 ആണ് എടുക്കുന്നതെങ്കിൽ അല്ലേ, ഫസ്റ്റ് അതായത് ഒന്നാമത്തെ ബോക്സിൽ 1, 2, രണ്ടാമത്തെ ബോക്സിൽ 2, 3, 4. അപ്പോൾ ഒന്നാമത്തെ ബോക്സിൽ നിന്ന് ഫ്രം ദി ഫസ്റ്റ് ബോക്സ് ഇഫ് ഐ സെലക്ട് 1, സെക്കൻഡ് ബോക്സിൽ നിന്ന് 2 സെലക്ട് ചെയ്യാം, 3 സെലക്ട് ചെയ്യാം, 4 സെലക്ട് ചെയ്യാം. അതായത് 1, 2 എന്നൊരു പെയർ സെലക്ട് ചെയ്യാം, 1, 3 എന്നൊരു പെയർ സെലക്ട് ചെയ്യാം, 1, 4 എന്നൊരു പെയർ സെലക്ട് ചെയ്യാം. അത് ഒന്നാമത്തെ ബോക്സിൽ നിന്ന് 1 എടുത്താൽ രണ്ടാമത്തേത് 2 എടുക്കാം, രണ്ടാമത്തേത് 3 എടുക്കാം, രണ്ടാമത്തേത് 4 എടുക്കാം. 1, 2, 1, 3, 1, 4. സോ 3 pairs സ്റ്റാർട്ടിങ് വിത്ത് 1. ഇനി ഒന്നാമത്തേന്ന് ഞാൻ 2 സെലക്ട് ചെയ്താലും രണ്ടാമത്തേന്ന് 2 തന്നെ എടുക്കാം, രണ്ടാമത്തേന്ന് 3 എടുക്കാം, രണ്ടാമത്തേന്ന് 4 എടുക്കാം. അപ്പോൾ എത്രയായി?
3 ways അവിടെ വന്നു. അപ്പോൾ 3 + 3. അപ്പോൾ പോസിബിൾ പെയേഴ്സ് എന്ന് പറയുന്നത് 1 2 1 3 1 4 2 2 2 3 2 4. അതായത് 1 2 1 3 1 4 2 2 2 3 2 4. അതായത് ഇവിടെ 2 എണ്ണവും ഇവിടെ 3 എണ്ണമാണ്. ഈ 2 × 3 6 പെയേഴ്സ് ഉണ്ടാവും. സോ വി ക്യാൻ ഇനി what is the probability that the numbers selected, both the numbers selected are same. Both numbers same. What is the probability that both the numbers same? Total എത്ര pairs ഉണ്ട്? 6 pairs ആണ് total ഉള്ളത്. There are 6 pairs total. Out of that, how many pairs have same number? ഒറ്റ നമ്പർ ആണുള്ളൂ, 2 2. ഒന്നാമത്തേന്നും 2, രണ്ടാമത്തേന്നും 2. ബാക്കിയെല്ലാം ഡിഫറൻ്റ് ആണ്. കണ്ട? അപ്പോൾ total 6 pairs. Out of that, 1 pair is both the numbers have same. അപ്പോൾ സെയിം വരുന്ന ഒറ്റ പെയർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരെണ്ണം ആകെ 6 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം കിട്ടാനുള്ള പ്രോബിലിറ്റി ദാറ്റ് ഈസ് 1/6. ഒന്നാമത്തെ ബോക്സിൽ ഒരെണ്ണം 2 നമ്പർ ഉണ്ട്, രണ്ടാമത്തേനും 3 നമ്പർ ഉണ്ട്. അപ്പോൾ ഇതിന്ന് പറഞ്ഞോ സെലക്ട് ചെയ്യുമ്പോൾ രണ്ടും സെയിം വരാനുള്ള പ്രോബിലിറ്റി 1/6 ആണ്. കാരണം ടോട്ടൽ 2 × 3 6 pairs. Out of that, 1 pair have both same. So 1/6 is the probability that both the numbers same. അങ്ങനെയാണെങ്കിൽ both are prime numbers. What is the probability that both the selected numbers are prime? Probability that both selected numbers are prime. What is the probability? കിട്ടുന്ന രണ്ട് സംഖ്യകൾ അഭാജ്യ സംഖ്യകളാകാനുള്ള പ്രോബിലിറ്റി. ടോട്ടൽ പോസിബിൾ വേസ് ഇത് തന്നെയാണ്, അതിന് വ്യത്യാസമില്ല. 1 2 1 3 1 4 2 2 2 3 2 4. അപ്പോൾ ഇതിൽ ബോത്ത് സെലക്ടഡ് നമ്പേഴ്സ് ആർ പ്രൈം ആയിരിക്കണം. അപ്പോൾ പ്രൈം വരിക എന്ന് പറഞ്ഞാൽ ആദ്യത്തേന്നും പ്രൈം വരണം, രണ്ടാമത്തേന്നും പ്രൈം വരണം. ഇതിനകത്ത് നോക്കിയാൽ അറിയാം 2 പ്രൈം നമ്പർ ആണ് അല്ലേ, 2 പ്രൈം നമ്പർ ആണ്, രണ്ടാമത്തെയും പ്രൈം നമ്പർ ആണ്. 2 2 ഒരെണ്ണം വന്നു. 1 പ്രൈം അല്ല, അതുകൊണ്ട് ആദ്യത്തെയും രണ്ടാമത്തെയും പ്രൈം വരണമെങ്കിൽ 1 ഈസ് നോട്ട് ചെയ്ത്, അപ്പോൾ 1 സ്റ്റാർട്ട് ചെയ്യണമൊന്നുമില്ല. ഇതിവിടെ 2 പ്രൈമാണ്, ഈ രണ്ടാമത്തെയും പ്രൈമാണ്. 2 പ്രൈമാണ്, 3 പ്രൈമാണ്. അപ്പോൾ അടുത്തത് ശരി. 2 4 ഇത് 2 പ്രൈമുള്ളൂ, 4 പ്രൈം അല്ല. അപ്പോൾ രണ്ടും പ്രൈം നമ്പർ വരുന്ന 2 നമ്പേഴ്സ് ഉള്ളൂ. There are 2 pairs having both are prime. So probability that both the numbers selected are prime is 2/6. Because total there are 6 pairs. Out of that 2 pairs have both are prime. അപ്പോൾ both prime വരുന്ന 2 നമ്പേഴ്സ് ഉള്ളൂ, 2 pairs ഉള്ളൂ. 2 2 2 3. Therefore probability that both are prime is 2/6. That is 1/3. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.